JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയില്യം നക്ഷത്രത്തിൻ്റെ 2025 കാര്യങ്ങളും അതുപോലെ ആയില്യം നക്ഷത്രത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പൊതുവായ കാര്യങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അമ്മിക്കല്ല് പോലെ 6 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ആയില്യം നക്ഷത്രം. അസുരഗണത്തിൽ പുരുഷയോനിയിൽ, അതുപോലെ ജലഭൂതത്തിൽ മൃഗം കരിമ്പൂച്ചയും പക്ഷി ചെമ്പോത്തുമായിട്ടുള്ള ഒരു നക്ഷത്രമാണ്. വൃക്ഷം നാരകമാണ്. ആയില്യം നക്ഷത്രം സർപ്പസംബന്ധമായ കാര്യങ്ങൾക്കും, അതായത് സർപ്പദോഷത്തിനും സർപ്പപൂജയ്ക്കും സർപ്പാരാധനയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും, വിഷസംബന്ധമായ കാര്യങ്ങൾക്കും സാഹസകർമ്മങ്ങൾക്കും ആയില്യ ദിവസം ഉത്തമമാണെന്നാണ് പറയുന്നത്. ഇവരുടെ ജനന ദശാകാലം എന്ന് പറയുന്നത് ബുധദശയിലാണ്. ആയില്യം നക്ഷത്രക്കാരെ കാണുമ്പോൾ പുറമേ ശാന്തതയൊക്കെ തോന്നുമെങ്കിലും സ്വന്തം കാര്യം സാധിച്ചെടുക്കുന്നതിൽ അതീവ സാമർഥ്യമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. അല്പം അലസതയും വലിയ അധ്വാനവും, പൊതുവെ ഇവർ ഒരു അലസ മനോഭാവക്കാരാണ്. വലിയ അധ്വാനം ഇവർ ഇഷ്ടപ്പെടുന്നില്ല. അതായത് കായികമായി ഒരുപാട് കഷ്ടപ്പെടുന്ന ജോലികളൊന്നും ചെയ്യാൻ ഇവരാഗ്രഹിക്കുന്നില്ല. എന്നാലും വലിയ പ്രൗഢിയും ആഡംബരവും പ്രകടിപ്പിക്കുന്നത് ഇവർക്ക് വലിയ താല്പര്യവുമാണ്. അതുപോലെ എവിടെയും മുൻപന്തിയിൽ നിൽക്കണം എന്നുള്ള ഒരു ചിന്ത ഇവർക്ക് കൂടുതലാണ്. ഇവർ പലപ്പോഴും ഉപകാരസ്മരണ ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ നന്ദിയില്ലാത്തവരാണ് എന്നൊക്കെ മറ്റുള്ളവർ പറയാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പല പ്രാവശ്യം എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്താലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവർക്ക് വേണ്ട സഹായമോ ഉപകാരമോ ചെയ്തിട്ടില്ല എങ്കിൽ അതുവരെ ചെയ്തതെല്ലാം ഇവർ പെട്ടെന്നങ്ങ് മറന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രതികരണം നടത്തും. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കണം എന്നുള്ള ഒരു നിർബന്ധശീലവും വാശിയുമൊക്കെ ഈ നക്ഷത്രക്കാരിൽ അധികം പേർക്കുമുണ്ട്. എല്ലാവർക്കും കാണണമെന്നില്ല, എങ്കിലും ഭൂരിപക്ഷം പേർക്കുമുണ്ട്. പൊതുവെ ഇവർ വാക്സാമർഥ്യമുള്ളവരാണ്. സംഘത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ അതുപോലെ സാമൂഹിക കൂട്ടുകെട്ടുകളുടെയോ നേതൃസ്ഥാനത്ത് എത്താൻ ആഗ്രഹിക്കുന്നവരാണിവർ. വിനീത ഭാവത്തിൽ നിൽക്കുകയും മനസ്സ് ഒരിക്കലും ഉറച്ചു നിൽക്കാതെ, അല്ലെങ്കിൽ ഒന്നിൽ തന്നെ കേന്ദ്രീകരിക്കാതെ ചഞ്ചല മനസ്സായി കാണപ്പെടുന്നവരുമാണ് ഇവർ. ഇവരുടെ നക്ഷത്ര രാശി കർക്കിടകൻ രാശിയാണ്. കർക്കിടകൻ രാശി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ രാശി ആയതുകൊണ്ട് തന്നെ ചന്ദ്രൻ മനസ്സിനെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ, അതായത് വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും എന്നൊന്നുണ്ടല്ലോ. അപ്പോൾ വെളുത്ത പക്ഷത്തിൽ വെട്ടം കൂടിക്കൂടി വരികയും കറുത്ത പക്ഷത്തിൽ വെട്ടം കുറഞ്ഞു വരികയും ചെയ്യുന്നത് പോലെ തന്നെ ജീവിതത്തിലും ഇവരുടെ സ്വഭാവത്തിലും ഇതുപോലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി കാണാറുണ്ട്. സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും നിസ്സാര കാര്യം കൊണ്ട് തന്നെ ഇവരുടെ മുഖഭാവം മാറുകയും ചിലപ്പോൾ സങ്കടമോ കോപമോ ഒക്കെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. ധനവും സമ്പത്തും ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുകയും ചെയ്യും. കയ്യിൽ വരുന്ന സമ്പത്ത് എങ്ങനെ ബുദ്ധിപരമായി ചിലവാക്കാം എന്ന കാര്യത്തിൽ ഇവർ പരാജയമാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇവർ ധാരാളിത്തം കാണിക്കും. ഒരാവശ്യം വരുമ്പോൾ ഇവരുടെ കയ്യിൽ ഒന്നും കാണുകയുമില്ല. വാശിയും കോപവും വിഷമവും ഇവർ ആഗ്രഹിച്ചത് സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാവുകയും പരിസരം മറന്ന് എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യും. കുടുംബജീവിതത്തിൽ ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് മറ്റുള്ളവർക്ക് തോന്നും. ആവശ്യമുള്ളിടത്ത് പിശുക്ക് കാണിക്കും, അനാവശ്യമായി ധാരാളിത്തവും കാണിക്കും. ഈ 2 സ്വഭാവവും ഇവരെ സംബന്ധിച്ച് പ്രധാനമാണ്. സ്വതന്ത്ര ചിന്ത കൂടുതലുള്ള ഇവരെ നിയന്ത്രിക്കുന്നതോ ഗുണദോഷിക്കുന്നതോ ഇവർക്കിഷ്ടമുള്ള കാര്യമല്ല. മുഖസ്തുതിയിൽ ഇവർ വളരെയധികം സന്തോഷിക്കുന്നവരുമാണ്. ആ സമയത്ത് വേണമെങ്കിൽ എന്തു വേണമെങ്കിലും സഹായം ചെയ്യുകയും ചെയ്യും. സ്വന്തമായി ഉണ്ടാക്കുന്നതിൽ വലിയ ദാനശീലമൊന്നും ഇവർ കാണിക്കാറില്ല. എന്നാൽ ഇവർ വലിയ പരോപകാരികളാണ് എന്ന് കാണിക്കാൻ വേണ്ടി പലതും ചെയ്യുകയും ചെയ്യും. ആരെയും ഇവർ കണ്ണടച്ച് വിശ്വസിക്കില്ല. സ്ത്രീകൾ പൊതുവെ ഭാഗ്യവതികളാണ്. നല്ല മുഖസൗന്ദര്യവും ശരീര സൗന്ദര്യവും ഈ നക്ഷത്രക്കാരായ ധാരാളം സ്ത്രീകൾക്കുണ്ട്. നല്ല ജീവിതവും ഈശ്വരഭക്തിയും സന്താനങ്ങളുടെ സുഖജീവിതവും ആഗ്രഹിക്കുന്ന ഇവർ ആ കാര്യത്തിൽ സമാന ബുദ്ധിയോടെ പെരുമാറും. കർക്കിടകം ജലരാശി ആയതിനാൽ ജലക്രീഡ
ഇഷ്ടപ്പെടുന്നവരാണ്. അതായത് വെള്ളവും വെള്ളത്തിലുള്ള യാത്രയും അതുപോലെ എപ്പോഴും കുളിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ. എന്നാൽ ചൂടിന് ഇവർ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. സ്വഭാവം ശാന്തമാണെന്ന് തോന്നിയാലും ഇവരെപ്പോഴാണ് കോപിക്കുന്നത് എന്ന് പറയാനും പറ്റില്ല. വീട്ടിലും കുടുംബത്തിൻ്റെ ആധിപത്യം ഇവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും നല്ല ഭക്ഷണവും ആർഭാടവും ഇവർ വളരെ ഇഷ്ടപ്പെടുന്നവരാണ്. ശരീരം മുഷിഞ്ഞുള്ള ജോലി ഇവർ ഇഷ്ടപ്പെടുന്നില്ല. ബിസിനസ്, സഞ്ചാരം, ഏജൻസി പണി, അധ്യാപക ജോലി, എഴുത്തുകുത്തുകൾ എന്നിവയൊക്കെയാണ് ഇവർക്ക് കൂടുതലും ഇഷ്ടമായിട്ടുള്ളത്. മറ്റുള്ളവർ ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പോൾ ഇവർക്ക് അതിനോട് കമ്പം തോന്നും. പക്ഷേ അത് അപ്പോൾ തോന്നുന്ന ഇഷ്ടം മാത്രമായിരിക്കാനാണ് കൂടുതൽ സാധ്യത. രഹസ്യ പോലീസ് പോലെ ഏത് കാര്യവും കണ്ടുപിടിക്കാൻ ഇവർ വളരെ മിടുക്കുള്ളവരാണ്. മറ്റുള്ളവരുടെ കീഴിൽ വരണമെന്നാണ് മറ്റുള്ളവർ ഇവരുടെ കീഴിൽ വരണമെന്നാണ് ഇവരാഗ്രഹിക്കുന്നത്. മറ്റുള്ളവരുടെ കീഴിൽ നിൽക്കാൻ ഇവരാഗ്രഹിക്കുന്നു. സംസാരത്തിൽ വലിയ കഴിവുണ്ടെന്നൊക്കെ തോന്നുമെങ്കിലും ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ ഇവർക്ക് സാധാരണഗതിയിൽ സാധിക്കാറില്ല. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ ക്രെഡിറ്റ് ഇവർക്ക് വേണം എന്ന് ഒരു തോന്നലും ഉണ്ടാകും. കാരണം രാഹുവിൻ്റെ അഥവാ സർപ്പത്തിൻ്റെ നക്ഷത്രമാണ് ഈ ആയില്യം നക്ഷത്രം. സന്ദർഭത്തിനനുസരിച്ച് നിൽക്കാനുള്ള ഇവരുടെ കഴിവ് ഒന്ന് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 2025 സംബന്ധിച്ച് പറയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ ഇടയാകുന്ന ഒരു സാഹചര്യം വരും. മെയ് പകുതി വരെ 9ാം ഭാവാധിപനായ വ്യാഴം 11ൽ നിൽക്കുന്നത് ഭാഗ്യാവസ്ഥയ്ക്ക് അനുകൂലമാണ്. അത് പല നേട്ടങ്ങളും ഉണ്ടാക്കി തരികയും ചെയ്യും. എന്നാൽ മെയ് മാസം പകുതിയോട് കൂടി അല്ലെങ്കിൽ പകുതിക്ക് ശേഷം വ്യാഴം 12ലേക്ക് മാറുന്നത് പല നഷ്ടത്തെയും സൂചിപ്പിക്കുന്ന കാര്യവുമാണ്. അഷ്ടമത്തിൽ മൂലക്ഷേത്ര ബലവാനായി ശനി ഏപ്രിൽ മുതൽ മീനൻ രാശിയായ 9ൽ സഞ്ചരിക്കും. വ്യാഴത്തിൻ്റെ രാശി ആയതുകൊണ്ട് തന്നെ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് കുറച്ചുകൂടി താല്പര്യം കൂടും. 9ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു വലിയ മെച്ചമൊന്നുമില്ലാതെ മീനത്തിൽ സഞ്ചരിച്ച് ചില ആശയങ്ങളും ഭാവനയും പ്രതീക്ഷയുമൊക്കെ ഉണ്ടാക്കി മനസ്സിൽ ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. മെയ് 18 അഷ്ടമത്തിലേക്ക് മാറുകയും ചെയ്യും. അത് ചില മനപ്രയാസത്തിന് വഴിയുണ്ടാക്കും. കാരണം നേരത്തെ വിചാരിച്ചതുപോലുള്ള ചില തീരുമാനങ്ങളും ചില കണക്കുകൂട്ടലുകളും ചില ആശയങ്ങളുമൊക്കെ ചിലപ്പോൾ അതുപോലെ നടപ്പാക്കാൻ കഴിയാത്തതിലുള്ള ഒരു വിഷമതയാണ് ഉണ്ടാവുക. ജനുവരി മാസം ജന്മരാശിയിലെ ചൊവ്വ ചില ആരോഗ്യ പ്രശ്നങ്ങളും മനസ്സിൽ ചില ടെൻഷനുമൊക്കെ ഉണ്ടാക്കി ജനുവരി അവസാനം മിഥുനൻ രാശിയായ 12ലേക്ക് മാറുകയാണ് ചൊവ്വ. ഫെബ്രുവരി ആയപ്പോൾ ശുക്രൻ ഉച്ചരാശിയായ മീനത്തിൽ 9ൽ വന്നു. ഇത് പൊതുവെ സന്തോഷവും സുഖവും നൽകുന്ന ഒരു കാര്യമാണ്. മാർച്ച് മാസത്തിൽ ബുധൻ നീചനായി 9ൽ വരുമ്പോൾ സുഹൃത്തുക്കൾ, യുവാക്കൾ, ബന്ധുക്കൾ എന്നിവരുമായിട്ട് ഒരു നല്ല ബന്ധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു വിഘാതമൊക്കെ സംഭവിക്കാം. കാരണം ബുധൻ അറിവിൻ്റെ ആളാണ്, വിദ്യയുടെ ആളാണ്. അപ്പം നമ്മൾ ബുദ്ധിമോശം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വരും. ശ്രദ്ധിച്ചാൽ മതി. ഏപ്രിൽ മാസമാകുമ്പോൾ അഷ്ടമത്തിൽ നിന്നും ശനി മാറി 9ൽ ശുക്രനോടൊപ്പം സഞ്ചരിക്കും. ചൊവ്വ ജന്മരാശിയിൽ വരികയും ചെയ്യും. പൊതുവെ അതൊന്നും അത്ര നല്ലതല്ല. ശുക്രനോടൊപ്പം ശനി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഭൗതിക സുഖ സൗകര്യങ്ങൾ അതുപോലെ ആഡംബര ജീവിതം ഇതിനെല്ലാം ഒരു വ്യതിയാനം സംഭവിക്കുന്ന ഒരു കാലമായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. മെയ് മാസത്തിൽ രാഹു കൂടി അഷ്ടമത്തിൽ വരും. 11ൽ സഞ്ചരിക്കുന്ന വ്യാഴം 12ലേക്ക് മാറും. അതായത് ഈശ്വരാധീനം കുറയും. ജൂൺ മാസം പൊതുവെ നല്ലതായിരിക്കും. 2ൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചൊവ്വ സംസാരം കൊണ്ട് ശത്രുക്കളെ ഉണ്ടാക്കാൻ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. 2ാം ഭാവം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ വിഷയം വരും, സംസാര രീതി വരും, കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം. ഇതെല്ലാം തന്നെ അത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. ജൂലൈ മാസം സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം ചില വിഷമതകളൊക്കെ വരാം.
ആഗസ്റ്റ് പകുതിക്ക് ശേഷം അഭിവൃദ്ധി ഉണ്ടാകും. സെപ്റ്റംബർ മാസം പൊതുവേ നല്ലതാണ്. ഒക്ടോബർ വിദേശ ജോലി, പഠനം എന്നിവയൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നല്ല ഒരു സമയമാണ്. നവംബറിൻ്റെ തുടക്കം മെച്ചമല്ലെങ്കിലും പിന്നീട് മെച്ചമുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറും. ഡിസംബർ മാസം പല കാര്യത്തിലും മെച്ചപ്പെട്ട അനുകൂലമായ ഒരു സമയം തന്നെ ആയിരിക്കുകയും ചെയ്യും. ഈ വീഡിയോയിൽ പറയുന്നത് ആയില്യം നക്ഷത്രക്കാരുടെ ചില പൊതുവായ കാര്യങ്ങളാണ്. ജാതകത്തിലെ ഓരോരുത്തരുടെയും ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ചിലപ്പോൾ ഇതിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. എങ്കിലും പൊതുവേ ഉള്ള ഇവരുടെ ഒരു കാഴ്ചപ്പാടാണ് നിങ്ങളുമായി പങ്കുവച്ചത്. പിന്നെ 2025 കാര്യങ്ങൾ വളരെ ചുരുക്കി നിങ്ങളുമായിട്ടൊന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.